കലോത്സവത്തിന്റെ മുഖ്യവേദിയായ എം.ടി. നിലയുടെ പ്രത്യേകത ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പന്തലാണ്. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറും കൂട്ടരും 10 ദിവസം കൊണ്ടാണ് പന്തൽ ഒരുക്കിയത്. മുഖ്യവേദിയായ എം.ടി. നിലയുടെ പ്രത്യേകത ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പന്തലാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാനാളല്ല, പക്ഷേ ഇതിനെ ആധികാരികമായി പറയാൻ ഇവിടെ പന്തൽ നിർമ്മിച്ച വിജയകുമാർ ചേട്ടനുണ്ട്. ചേട്ടാ, ഈ പന്തൽ ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായി ചേട്ടൻ? കലോത്സവത്തിൽ മുൻകാലങ്ങളിൽ ഓലയും ഷീറ്റുമായിട്ടുള്ള പന്തലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊല്ലത്ത് പോലും ഷീറ്റ് ഹാങ്ങർ പന്തലാണ് നിർമ്മിച്ചത്. പക്ഷേ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മളെ മന്ത്രിക്ക് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നന്നായിരിക്കണം, ചൂട് അധികം ഉണ്ടാവല്ലേ. അങ്ങനെ അവർ തീരുമാനം എടുത്ത കൂട്ടത്തിൽ ഈ ജർമ്മൻ പന്തലിലേക്ക് വന്നു. അതിന്റെ കോൺട്രാക്ടർ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. ഈ മറ്റു പ്രത്യേകത എന്തൊക്കെയാണ്? മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് വീഴത്തില്ല. അതുമാത്രമല്ല, ചൂട് അധികം അടിക്കത്തില്ല. പിന്നെ കാറ്റടിച്ച ഇത് അങ്ങ് അനങ്ങത്തില്ല. തീ പിടിച്ച കത്തൂല്ല. ചേട്ടൻ പറയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, തൂണില്ല. അതായത് ഇതിന്റെ ശരിക്കും പറഞ്ഞാല് 40 മീറ്ററിൽ ഒരു തൂണുമില്ല. അത് ഈ എവിടെ ഇരുന്ന ഏത് കുഞ്ഞു കുട്ടിക്ക് എവിടെ ഇരുന്നാലും ഈ സ്റ്റേജ് കാണാം. ഒറ്റ തൂണ് പോലും ഇല്ലാത്ത ഈ വലിയ പന്തല് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന. ഇതിന്റെ പ്രത്യേകത തന്നെ ഇതില് ഒത്തിരി ഈ കാറ്റ് ശരിക്കും എത്ര ദിവസം കൊണ്ടായി പണിഞ്ഞു കഴിഞ്ഞാൽ? ഇതിപ്പോ 10 ദിവസം. ചേട്ടൻ പുലിയാണല്ലേ? അങ്ങനെ ഒന്നുമില്ല. 45 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് 8 വർഷത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരം ആതിഥേയത്വം വളരുമ്പോൾ ചേട്ടന് തന്നെ പന്തലിടാനുള്ള ഭാഗ്യം കിട്ടി. അത് ഞാൻ വലിയൊരു അവസരമായിട്ട് കാണുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് പോലെ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. ഇത്രയും കേരളത്തിൽ കലോത്സവത്തിൽ ഒരു പന്തലിടുക എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. മുൻകാലങ്ങളിൽ ചെയ്ത ആൾക്ക് അത് തന്നെയാണ് ആദ്യമായിട്ട് വന്ന. ഈ പന്തലിന്റെ പ്രത്യേകത സുരക്ഷിതമാണ്. അതുപോലെ തന്നെ തീ പിടിക്കുന്നതിൽ പ്രശ്നമില്ല, മറ്റു മഴ പെയ്താൽ പ്രശ്നമില്ല. എല്ലാം കൊണ്ടും നമുക്ക് കാണികൾക്ക് വളരെ സമാധാനത്തോടെ ഇരുന്ന് സംഭവമാണ്. ഇത് പ്രത്യേകതയുള്ള ഒരു പന്തൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ എസ് വി ഡെക്കറേഷൻസിന്റെ ഉടമ വിജയകുമാരേട്ടനാണ്. അത്രയ്ക്ക് സുരക്ഷാ സംവിധാനമുള്ള ഒരു പന്തൽ കൂടിയാണ്. തീ പിടിക്കില്ല, മഴ നനയില്ല. അങ്ങനെ വിശാലമായ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അതിമനോഹരമായ പന്തലാണ് ഈ മുഖ്യവേദിയായ എം.ടി. നില. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി എം.ടി. നിലയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി. ശ്രീകുമാർ.